ഇടുക്കി മണ്ഡലത്തിലെ കുടയത്തൂർ പഞ്ചായത്തിലെ അടൂർമല അംബേദ്കർ ഉന്നതിയിലാണ് മണ്ഡലം ചുറ്റും മഹിളകളുള്ളത്. സ്മിത ഹരിദാസും ക്രിസ്റ്റീന ചെറിയാനും ചേർന്നു. നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഇടുക്കി മണ്ഡലത്തിലാണ്. ഇടുക്കി മണ്ഡലത്തില് കോളപ്ര അടൂർമല അംബേദ്കർ ഉന്നതി. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മളോട് വരുമ്പോൾ തന്നെ പറഞ്ഞു. ഇപ്പൊ നമ്മളിങ്ങനെ ആ റോഡില്ല, കൃത്യമായിട്ടുള്ള വഴിയില്ല എന്നുള്ളൊരു പ്രോബ്ലം. നമ്മൾ ആ വഴി നടന്നു എന്ന് ഒന്ന് നോക്കിയേക്കാന്ന് വെച്ചു. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ കാറിലൂടെ വരുമ്പോഴൊക്കെ അതിമനോഹരമായ പ്രകൃതി, ശുദ്ധവായു, അങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ അനുഗ്രഹീതമായ സ്ഥലത്ത് നമ്മൾ ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഒരുപാട് പാടുപെട്ടു. അതിന്റെ പ്രശ്നം ഗതാഗത യോഗ്യമായ റോഡുകളില്ലാത്തതാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ അംബേദ്കർ ഉന്നതിയിലെ മൂപ്പൻ ഉൾപ്പെടെ നമ്മുടെ ഫാദർ ജോർജ് പി ചന്ദ്രൻ ഉൾപ്പെടെ ഉണ്ട്, ചെറിയ പ്രതിനിധികളുമുണ്ട്. അപ്പോൾ മൂപ്പ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? 3 വർഷമായി ഇവിടെ അംബേദ്കർ ഉന്നതിയായിട്ട് പ്രഖ്യാപനം നടന്നു. ഈ ജനുവരി 2026 ജനുവരി 3-ാം തീയതി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മിനിസ്റ്ററെ ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നു. എൻ്റെ ഉന്നതി ഉദ്ഘാടനമൊക്കെ നടത്തി. ഇതുവരെ ഇതിന് പണ്ടൊന്നും തുടങ്ങാറായിട്ടില്ല. പേരിൽ മാത്രമേ ഔന്നത്യവും ഉന്നതിയും ഒക്കെ ഉള്ളൂ. അത്രയേ ഉള്ളൂ. പക്ഷെങ്കിൽ സർക്കാർ ഏജൻസികളെ ഏൽപ്പിക്കുക, അതുകൊണ്ട് കാലതാമസങ്ങൾ വരുന്നു. ഫണ്ടുകൾ നേരിട്ട് നമുക്ക് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലരും മാറി മാറി വരുന്നു. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു തീരുമാനമൊക്കെ നിങ്ങൾ എടുക്കുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോയത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ്. ഇതിപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഈ അടൂർമല കോളപ്ര, ഞാൻ 15 വർഷമായി ഞാനിവിടെ വന്നിട്ട്. ഈ 15 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ 1-2 പ്രാവശ്യം ചെറിയ മെയിൻ്റനൻസ് ഫണ്ട് അല്ലാതെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടൂർമല ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് എത്ര ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും ആശുപത്രി കേസിന് പുറത്തു കടക്കാനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 1,40,00,000 രൂപ ഈ കോളപ്ര അടൂർമല റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇത് മതി ഞങ്ങൾക്ക്. പക്ഷേ ഈ ഫണ്ട് ഒന്ന് കിട്ടി ഈ റോഡൊന്ന് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയുക മാത്രമല്ല, ഇവിടെ നല്ലതായിട്ട് നമ്മൾ ഇപ്പോൾ വേനൽക്കാലം ആയിരുന്നുകൊണ്ട് അറിയത്തില്ല, മഴക്കാലം ആകുമ്പോൾ ഈ റോഡിൽ കൂടെയാണ് നല്ലൊരു റോഡേ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ആര് ജയിച്ചു വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ ഫസ്റ്റ് ഞങ്ങളുടെ പ്രാധാന്യം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ റോഡിന് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് പുറത്ത് കടക്കാൻ വേറൊരു വഴിയില്ല. ഞങ്ങൾക്ക് ശരിക്കും നടന്നു പോകാനും അതുപോലെ വണ്ടി സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകാനും തരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. സ്കൂളിലേക്ക് പോണ ഈ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണോ? റോഡ് നന്നാക്കണോ? എന്താ നമ്മുടെ മന്ത്രികളിനോടൊന്ന് പറഞ്ഞ റോഡൊന്ന് നന്നാക്കി തരാൻ. സാറേ, ഞങ്ങൾക്ക് റോഡ് നന്നാക്കി തരണം. ഞങ്ങൾക്ക് റോഡാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. റോഡ് പറഞ്ഞ ഈ സ്കൂട്ടറിനൊക്കെ പോകണ ഒരു മികവ് ഉരുണ്ട് വീണാ പോകണം. പൈസയുണ്ട് പഞ്ചായത്തോട് അവർക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞു, ഫ്ലഡിൻ്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു. MLA പറഞ്ഞു അവർക്ക് പൈസ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ പൈസ ഉണ്ടെന്ന് പറയുന്നല്ലാതെ ഇവിടെ നിലവിൽ ഈ റോഡിൻ്റെ പണി നടക്കുന്നില്ല. ജനുവരി 3-ന് ഉദ്ഘാടനം കഴിഞ്ഞു, പക്ഷെ ഇതുവരെ പണി ആരംഭിച്ചില്ല. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ റോഡാണ്. രണ്ടാമത്തെ കേസ് വെള്ളം. ജലനിധിയുടെ പൈപ്പ് കിട്ടുന്നുണ്ട്, പക്ഷെ വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ടില്ല, കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇതൊക്കെ എന്ന് നടക്കുന്ന ഒരു പിടിയില്ല. പക്ഷേ കടലാസിലുണ്ട് വികസനം, ഫണ്ടുണ്ട്, പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നില്ല. ആ കാലതാമസം പാടില്ല. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ അടൂർമലയിൽ ഇവിടെ വന്നപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഇവർ പറയുകയായിരുന്നു. കാരണം ഈ ഒരു സമയത്തെങ്കിലും ഈ അടിയന്തരമായിട്ട് ഇവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾക്കായി അവരെ ആളുകൾ സമീപിക്കുക? അപ്പോൾ കുടിവെള്ളം വേണം, റോഡ് വേണം, അത്യാവശ്യ സൗകര്യങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങൾ. അത് മാത്രമേ ഇവർ ആവശ്യപ്പെടുന്നുള്ളൂ. കടലാസിലുള്ള കാര്യം നടപ്പാക്കിയാൽ നമ്മളും സന്തുഷ്ടരാണ്. അപ്പം മണ്ഡലം ചുറ്റും മഹിളകൾക്ക് വേണ്ടി സ്മിത ഹരിദാസും ക്രിസ്റ്റീന ചെറിയാനും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.